നമ്മളെന്നും പണ്ടേ ഞാൻ പഠിച്ചാത്ത ആളാണ്, പണ്ടേ പഠിച്ചാൽ തലയിൽ കയറൂല, അതാണ് എൻ്റെ പ്രശ്നം അങ്ങനെ നടത്തും കുറേ ആൾക്കാർ. ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ട് കാക്ക. അറിയാത്തത് പഠിക്കലാണ് പരിഹാരം, അല്ലേ? ഇന്ന ഇലാജൽ അസ്സുആൽ, അറിവില്ലായ്മക്കുള്ള ചികിത്സ ചോദിച്ച് പഠിക്കലാണ്. ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾ ചോദിച്ച് പഠിക്കണം അറിവുള്ളവരോട്. അപ്പോഴേ നമ്മുടെ ഇൽമ് വർദ്ധിക്കുള്ളൂ. ഇൽമ് ഉണ്ടാകുമ്പോഴേ നമ്മുടെ അമല് ശരിയാവുള്ളൂ. ഇൽമ് ഉണ്ടാകുമ്പോഴേ നമ്മൾ ഹറാമെന്ന് മാറി നിൽക്കുള്ളൂ. ഇൽമ് കൂടുന്തോറുമാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് മാറുക. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും പഠിക്കുന്നവരാകണം. മദ്രസ പ്രായമുള്ള കുട്ടികൾ മദ്രസയിൽ പോകണം. മദ്രസ കഴിഞ്ഞ കുട്ടികളോ 8 വരെ മദ്രസ പഠിച്ചാണ്, ഓൻ്റെ ഒക്കെ കഴിഞ്ഞ് ഇനി സ്കൂള്, ട്യൂഷൻ, 10ാം ക്ലാസ് ഫുൾ A+, അല്ലേ? ഈ 8ാം ക്ലാസ് കഴിഞ്ഞാലാണ് കുട്ടികളെ സ്വഭാവം മാറുക. കുട്ടികളെ കുഴപ്പമല്ല, അത് നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഈ 8ാം ക്ലാസ്സിന് കഴിയുമ്പോഴാണ് കുട്ടികൾ അഡോളസൻസിക്ക് കയറുക. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഈ ഒരു സെക്ഷൽ തോട്ട്സ് ഉണ്ടാവുന്നത്, അവർക്ക് ഒരുപാട് ഈ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻസ് ഉണ്ടാവുന്നത്, അവരുടെ കൂട്ടുകാർ അവരോട് ഇതിനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ബോയ്സിൻ്റെ അടുത്തേക്ക് ഗേൾസും ഗേൾസിൻ്റെ അടുത്തേക്ക് ബോയ്സും പ്രപ്പോസലുമായിട്ട് ഇങ്ങനെ ഓടി വരുന്നത് ഒക്കെ ഈ സമയത്താണ്. ഡ്രഗ്സിലേക്ക് അട്രാക്റ്റഡ് ആയി പോകുന്നത്, കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആർത്തി ഉണ്ടാവുന്നത്, പാരൻസിൽ നിന്ന് മെല്ലെ 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 ഇങ്ങനെ അകന്ന് ഫ്രണ്ട്സിലേക്ക് കൂടുതൽ ഇങ്ങനെ അടുത്തു പോകുന്നത് ഒക്കെ അഡോളസൻസിലാണ്. അപ്പം നമ്മൾ 8ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു നടന്ന കാര്യമുണ്ടോ? ആ സമയത്ത് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹ് ഉണ്ടോ ഇല്ലേ എന്ന് സംശയത്തിൽ കഴിയുന്ന കുട്ടികൾ കുറേ ഉണ്ട്. എന്തിനാ ഇപ്പൊ നിസ്കരിക്കണമെന്ന് ചോദിക്കുന്ന കുറെ കുട്ടികളുണ്ട്. ദൈവനിഷേധികളായി മാറുന്ന കുറെ കുട്ടികളുണ്ട്. കാരണം വരുന്ന ഷോർട്സിലും റീൽസിലും ഒക്കെ ദീനിനെതിരായിട്ടാണ്. മനസ്സിലാണ്ടോ? ദീനിനെതിരായിട്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ട്രോള് വീഡിയോ ഇട്ടിട്ട് ഒരാൾ പറയാണ് അറേഞ്ച്ഡ് മാരേജാ തോന്നുന്നുണ്ട്. എന്താ ഇന്നൊരു കുട്ടി കിട്ടുന്ന മെസ്സേജ്? അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അടിയായിരിക്കുന്നു. അപ്പൊ പിന്നെ ഏത് ജീവിതമാണ്, ഏത് മാരേജാണ് ഏറ്റവും നല്ലത്? നേരത്തെ അവർ കൊല്ലങ്ങളോളമായിട്ട് ഭാര്യയും ഭർത്താവായിട്ട് കഴിച്ചിട്ട് പിന്നെ വാപ്പാനി ഇമ്മാൻ്റെ കണ്ണുപൊടിയിടാൻ നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ ഒരു നിക്കാഹ്, അതിലാണ് ഏറ്റവും നല്ല ഹാപ്പിനെസ് ഉള്ളത് എന്നാണ് ഇതൊക്കെ കുത്തി നിറച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അവിടെ കറക്റ്റ് ഇത് ട്രാപ്പാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആരാണൊരു ബോയ്, ആരാണൊരു ഗേള്, അവനുണ്ടാവുന്ന ചേഞ്ചസ് എന്താണ്? നിന്റെ സൗന്ദര്യം കൊണ്ടല്ല, അവനിലുണ്ടായിട്ടുള്ള മാനസികമായ മാറ്റം കൊണ്ടാണ് നിന്റെ അടുക്കലേക്ക് അവൻ ഇഷ്ടവുമായി ആവശ്യവുമായി വന്നത് എന്ന ബേസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ചങ്ങാത്തം നിന്റെ ചാരിത്രവും നിന്റെ ദീനും നിന്റെ പാരൻസിനെയും നഷ്ടപ്പെടുത്തും. നീ ഒറ്റപ്പെട്ടു പോകും. നിന്നെ ഉപയോഗിച്ച് യൂസ് ആൻഡ് ത്രോ, ആ ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. എപ്പോ? മദ്രസ കഴിഞ്ഞാലാണ് പഠിച്ചത്. അപ്പൊ കുട്ടികൾക്ക് പഠിക്കാൻ CRE സംവിധാനം വേണം. അങ്ങനെ വീട്ടിലും നാട്ടിലും മഹല്ലിലുമൊക്കെ ദീന് പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി വെക്കണം.